അസ്സലാമു അലൈക്കും. യുഎയിലെ വ്രതാനുഷ്ഠാന കാഴ്ചകളും മറ്റ് റമദാൻ വിശേഷങ്ങളുമായി മീഡിയ വൺ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് അറേബ്യൻ നോമ്പുകാലം. ഞാനിപ്പോൾ ഉള്ളത് യുഎയിലെ തന്നെ ഏറ്റവും പുരാതനമായ അൽ ബാദിയ മോസ്കിലാണ്. അൽ ബാദിയ വില്ലേജിൽ ആണ് ഈ മോസ്ക് ഉള്ളത്, ഫുജേറ എമിറേറ്റിൽ. സോ ഇവിടുത്തെ കാഴ്ചകളുമായി നമുക്ക് ആരംഭിക്കാം അറേബ്യൻ നോമ്പുകാലം. ബിദിയ മസ്ജിദിന്റെ മീനാരങ്ങളിൽ പോയി മറഞ്ഞ റമദാൻ കാലങ്ങളുടെ വെള്ളി വെളിച്ചം തെളിഞ്ഞുകിടക്കുന്നു. യുഎഇയുടെ പ്രാചീന ആരാധനാലയത്തിനും പങ്കുവയ്ക്കാൻ വിശേഷങ്ങളേറെ. നൂറ്റാണ്ടുകൾക്കപ്പുറം നിർമ്മിച്ച പൗരാണികതയുടെ ലാളിത്യം ബിദിയ മസ്ജിദിന്റെ ഓരോ തൂണിലും തുരുമ്പിലും ദൃശ്യം. പ്രദേശത്തെ ആരാധനാലയങ്ങളുടെ നിർമ്മിതിയിലൊന്നും കാണാത്ത വിധം ഉൾഭാഗത്തെ തൂൺ വഴിയാണ് പള്ളിയുടെ താഴികക്കുടങ്ങൾക്ക് ബലം നൽകുന്നത്. ചാരുത നിറഞ്ഞ ചെറിയ മെഹ്റാബും പ്രാർത്ഥനാ ഹാളിന്റെ ഹൃദയം ചേർന്നു നിൽക്കുന്നു. AD 1446 ആരംഭത്തിലായിരിക്കാം ബിദിയ പള്ളിയുടെ നിർമ്മാണം എന്ന് അനുമാനം. അങ്ങനെ യുഎയിലെ ഈ ആദ്യ പള്ളിയും റമദാൻ രാപ്പകലുകളിൽ സജീവമാണ്. റമദാന്റെ മാഞ്ഞുപോയ ഓർമ്മകൾ തേടി ബിദിയ മസ്ജിദിലെത്തുന്ന സ്വദേശികളും അനവധി. നിരവധി പേരാണ് ഈ പുണ്യമാസത്തിൽ അൽ ബദിയ മോസ്കിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്നത്. ഒരുപക്ഷെ ഈ പുരാതന പള്ളിയിൽ നിന്നുള്ള പ്രാർത്ഥനയുടെ ഫലം 10 മടങ്ങായിരിക്കാം. റമദാൻ നോമ്പ് കാലത്തിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള നോമ്പാഘോഷം, അറബ്സിൻ്റെ ലോക്കൽസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള നോമ്പാഘോഷം എങ്ങനെയാണ് എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടി ഞാനിവിടെ വന്നിരിക്കുകയാണ്. ബദിയ മോസ്കിൽ നിന്നും ഫുജറയിലെ ഒരു ലോക്കൽ അറബ് ഫാമിലിയുടെ കുടുംബത്തിലേക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. മുബാറക്. You have only 4 cars? Yes, now 5 and one outside. Okay. ഏതൊരു അറബിക് ഫാമിലിയും പോലെ 4 വണ്ടി, ഒരു വണ്ടി പുറത്ത്, ടോട്ടൽ 5 cars. I am not surprised. Hamis, I would love to meet your family. Please call them. മിസ്റ്റർ ഹമീസിൻ്റെ ഫാമിലിയാണിത്. അദ്ദേഹത്തിൻ്റെ പിതാവാണ്. ഹീസ് എ റിട്ടയർഡ് പോലീസ് ഓഫീസർ ഫ്രം ഷാർജ പോലീസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മ. അസ്സലാമു അലൈക്കും. ഇതിൽ എനിക്ക് ആക്ച്വലി ഉമ്മയോടായിരിക്കും കൂടുതൽ സംസാരിക്കാൻ പറ്റുക. എല്ലാവരോടും സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഉമ്മ ഈസ് ഫ്രം ഹൈദരാബാദ്, ആക്ച്വലി ഹെയിലിംഗ് ഫ്രം ഹൈദരാബാദ്. ഒരുപാട് വർഷം മുമ്പ് യുഎഇയിൽ വന്നതാണ്. സോ ഷീ ഈസ് മോർ ലെസ് ലൈക്ക് എ ലോക്കൽ ആൻഡ് ഷീ സ്പീക്സ് വെരി ഗുഡ് അറബിക് ആൻഡ് ഓൾസോ उर्दू. अस्सलाम वालेकुम उम्मा. कैसे हो आप? अच्छे हैं. आपका नाम क्या है?
मेरा नाम शहनाज है। शहनाज है। कितने साल हुए आप यहाँ आके? मेरे 36 साल है। 36 साल हो गया अभी। तो मेरे ख्याल से आप उर्दू से ज़्यादा अरबी बोलते हैं अभी? हाँ, उर्दू भी बोलता है, अरबी लेकिन उर्दू जब बोलने का मन करता है, जब बाहर कोई भी मिल गया तो उर्दू बात, कोई मिल गया घर पे तो उर्दू बात नहीं होता। ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ മാത്രമേ ഉറുദുവിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാവരും അറബിയിലാണ് സംസാരിക്കാറ്. अब मुझे पूछना है रमज़ान के बारे में. अब तो रोज़ा शुरू हो गया, तो कैसे चल रहा है अभी रमज़ान? एक अरब फैमिली में, अरबिक फैमिली में रमज़ान की तैयारियाँ कैसे होते हैं, प्रिपरेशंस? यहाँ तो बहुत जोरों से होता है। अच्छा। बहुत अच्छा होता है रमज़ान इधर। हाँ, रोज़ा भी बहुत सब लोग रोज़ा रखते हैं, सब लोग नमाज. बस छोटे बच्चे लोग नहीं रहता हमारे पास। हाँ. जैसे अब 9 साल 8 साल हो गया बच्चा रोज़ा रहता है। अच्छा. അപ്പോൾ എല്ലാവരും നോമ്പ് നോക്കും. നോമ്പിൻ്റെ സമയത്തുള്ള സ്പിരിറ്റും അത് തന്നെയാണ്. എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഒരു പയസ് മൂഡിലേക്ക് പോവുക എന്നുള്ളത്. 9 വയസ്സായ കുട്ടി മുതൽ ഈ കുടുംബത്തിൽ എല്ലാവരും തന്നെ നോമ്പ് വളരെ കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഉമ്മ. और मुझे जानना है खाने के बारे में. आप तो हैदराबादी बिरयानी भी पकाते होंगे और ट्रेडिशनल हरीस भी पकाते होंगे ना? तो आपको कौन सा ज़्यादा अच्छा लगता है खाना? मतलब पकाना और खाना दोनों भी अच्छा लगता है। पकाना है तो खाएंगे तो बराबर। ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ ആക്ഷൻ പറയാണ്, പ്രൊഡ്യൂസറിനും കൂടെ ചാൻസ് കൊടുക്കുന്നില്ല. എന്തായാലും 2 തരത്തിലുള്ള ഭക്ഷണം ഈ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഹൈദരാബാദി ഭക്ഷണവും അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള UAE ഭക്ഷണവും. और इनको अबू को कौन सा खाना अच्छा लगता है? इनको अरबी खाना अच्छा लगता है। अरबी खाना अच्छा लगता है. हाँ। और अरबी में कौन सा? ज़्यादा मच्छी है। मच्छी. मच्छी ज़्यादा। अच्छा. സമക് ഫിഷ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം മീനാണ് ഇദ്ദേഹത്തിന്. അതുകൊണ്ട് ട്രഡീഷണൽ അറബിക് രീതിയിലുള്ള മീൻ ആണ്, മത്സ്യ വിഭവങ്ങളാണ് കൂടുതലും ഇവിടെ ഉണ്ടാക്കാറ്. और आपको दोनों अच्छा लगता है? हाँ, दोनों अच्छा। और मुझे गोश्त है, मुर्गी है, मच्छी है, हाँ. ये सब बनता। मगर रमजान में तो हम लोग शरीक बनाते। वो क्या है? ये गोश्त का बनता। गोश्त का बनता है. गोश्त क्या बोलते हैं उसको? शरीक। फ्रीद. फ्रीद वो चावल है या नहीं, रोटी है। रोटी है. गोश्त। ഈ ഫ്രീദ് എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഭക്ഷണമാണ്. മട്ടൺ ആണ്, മട്ടൺ വിത്ത് റോട്ടി. അത് ഞാനിതുവരെ കഴിച്ചിട്ടില്ല, പക്ഷേ ഡെഫിനറ്റ്ലി വിൽ ട്രൈ. അറബി റോട്ടി है. വെറും റോട്ടിയല്ല, അറബിക് ആയിട്ടുള്ള റോട്ടിയാണ്. ഹൈദരാബാദി ഡിഷസ് क्या क्या बनाते हैं आप? हैदराबादी बिरयानी बनाते, बघारा बैगन बनाते, मीठे में डबल का मीठा बनाते। डबल का मीठा? हाँ. सेवियों का मीठा बनाते। अच्छा. और शीरखुरमा रमजान में बनाते। तो मुझे जानना है शीरखुरमा. शाही खुरमा. शीरखुरमा. शाही खुरमा मालूम है? मालूम है. अपने हैदराबाद में इधर बनता ना, इधर भी बनाते हैं. ഹൈദരാബാദി ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്ന പറയുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് അറിയണമെന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവർക്ക് ഒതൻറ്റിക് ആയിട്ടുള്ള അറബിക് ഫുഡാണ് ഇഷ്ടം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഫുഡിൽ ഏതാണ് ഏറ്റവും ഇഷ്ടം ഇവർ കഴിക്കുന്നുണ്ടെങ്കിൽ? अगर इन लोग इंडियन फूड खाते हैं तो कौन सा सबसे पसंद है इनको? ये लोग को बिरयानी पसंद है, बघारा बैगन पसंद है. हाँ. ये लोग बैंगन अचार बनाते हैं, उसका अचार भी पसंद है. आम का बनाते, टमाटर का बनाते. हाँ, തക്കാളിയുടെ അച്ചാർ അതുപോലെ മാങ്ങയുടെ അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു. ये रमजान के वक्त में परिवार वाले सब मिलते होंगे ना? हाँ, सब मिलते हैं. अच्छा, अब तो रोज आना, तो अब फैमिली अपनी होती. हाँ. अब मगर जुम्मे के दिन पूरा इसके बेटा बेटी बहू लोग सब बच्चे, इसका पोतरा पोतरी नवासा नवास सब लोग आते. कोई ना कोई चीज अपना अपना बना के लाता. जुम्मे का दिन. റമദാന്റെ സ്പിരിറ്റ് ഞാൻ റമദാന്റെ സ്പിരിറ്റ് ഞാൻ പറയുന്നത് ഇത് തന്നെയാണ്. കാരണം കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കുക എന്നുള്ളത് റമദാന്റെ ഒരു വലിയ ശീലമാണ്. ഇറ്റ്സ് എ പ്രാക്ടീസ്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ ഫ്രൈഡേസിലും ഇവരെല്ലാവരും കൂടെ ഒന്നിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾ എല്ലാവരും വരുന്നു. ഇവരിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഫരീദ് എന്ന് പറയുന്ന ഡിഷ്, അതുപോലെ ബിരിയാണി, മജ്ബൂസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കും. हरीस के बारे में मुझे पूछना था. अच्छा हुआ आपने याद दिला दिया. हरीस कैसे बनाते हैं? मतलब गोश्त होता है, फिर मुर्गे में भी बनते हैं, लेकिन खासतौर पे गोश्त में बनाते हैं. बस अब बाद लोग गोश्त पसंद नहीं करते. आज के बच्चे हमारे पास पसंद नहीं करते गोश्त खाएंगे. हाँ. बनेगा तो नहीं खाएंगे. अच्छा. तो हम लोग मुर्गी का बनाते. ഹരീസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാം, അതുപോലെ തന്നെ മട്ടൺ വെച്ചിട്ടും ഉണ്ടാക്കാം. ഹരീസ് എന്ന് പറയുന്നത് റമദാൻ സമയത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡിഷാണ്. അത്
പഴയ കാലം മുതൽക്ക് തന്നെ ഈ വലിയ ധനികരായിട്ടുള്ള കുടുംബത്തിലുള്ളവരൊക്കെ ഈ റമദാനിന് പാവപ്പെട്ടവർക്ക് കൊടുത്തിരുന്നത് ഹരീസായിരുന്നു എന്ന് പറയും. ആൻഡ് ഹരീസിൻ്റെ പല ഫോമുകളുണ്ട്. ഹലീം എന്ന് പറഞ്ഞിട്ട് പറയുന്നതൊക്കെ ഹരീസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഹരീസ് ഉണ്ടാക്കുന്നത് ഏത് ചിക്കൻ ഓർ മട്ടൺ. എന്തായാലും ഒരുപാട് വലിയൊരു സ്പിരിറ്റ് തന്നെയാണ് ഈ റമദാനിൻ്റെ സമയത്തുള്ളത്. ഇവർ പറയുന്നു ഈ ഹരീസ് ഒരുപാട് ഉണ്ടാക്കും ഈ ഫ്രൈഡേ ദിവസങ്ങളിലാണ്. ആൻഡ് ഫ്രൈഡേ ദിവസങ്ങളിൽ എല്ലാവർക്കും ഇവിടെയുള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്കൊക്കെ അവരിത് സപ്ലൈ ചെയ്യും. ആൻഡ് ദേ ഗിവ് ഇറ്റ് ഓഫ്. അത് തന്നെയാണ് റമദാനിൻ്റെ മറ്റൊരു വലിയ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ഷെയർ ചെയ്യണം. സ്നേഹം മാത്രമല്ല, ആഹാരവും അതുപോലെ തന്നെ ഈ പറയുന്ന ടുഗെദർനെസ്സും. ये तो अच्छी बात हुई कि आप उर्दू बोलते हैं, वरना मेरा तो बहुत मुश्किल हो जाता है क्योंकि मुझे अरबी नहीं मालूम. तो परिवार के बारे में सब जानकारी मिला मुझे. आपको रमज़ान मुबारक और एडवांस में ईद मुबारक भी बोलता हूँ. आपको भी सलामत. आपको भी शुक्रिया बहुत. अस्सलाम वालेकुम. Thanks a lot, Mr. Hamiz, and it was a pleasure meeting your family. Ramadan Mubarak to you once again and wishing you an advanced Eid Mubarak also. മിസ്റ്റർ ഹമീസിൻ്റെ കുടുംബത്തിനെ നമ്മൾ പരിചയപ്പെട്ടു. പക്ഷേ പുള്ളിക്ക് ഇവിടെ ഒരു ഒട്ടക ഫാം ഉണ്ടെന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് പുള്ളി നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. അവിടെ പുള്ളിയുടെ തൊഴിലാളികളുണ്ട്, പിന്നെ കുറേ ഒട്ടകങ്ങളുണ്ട്. അവിടുത്തെ കാഴ്ചകൾ കാണാൻ ഞാൻ മിസ്റ്റർ ഹമീസിൻ്റെ കൂടെ പോകാൻ വിൽ ഗോ. നമ്മളിപ്പോൾ ഉള്ളത് ഖർബയിലെ ഹമീസ് മുഹമ്മദ് ഹനീജിയുടെ ഫാമിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ഒട്ടക ഫാമിൽ നിരവധി ഒട്ടകങ്ങളുണ്ട്, വലുതും ചെറുതുമായിട്ടുള്ള ഒട്ടകങ്ങൾ. നല്ല ചൂടുണ്ട്, നല്ല മണമുണ്ട്. എന്തായാലും ഇവിടുത്തെ തൊഴിലാളികൾ ഇവരുടെ നോമ്പ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ചോദിക്കാം. റോസ कैसा चल रहा है आपका? सही चल रहा है. आपका नाम? रिया. और आपका? नूर मोहम्मद. दोनों पाकिस्तान से. റമദാൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടുഗെദർനെസ്സിൻ്റെ പുണ്യമാസമാണ്. എല്ലാവരും ഒന്നിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ്. ഈ മുതലാളിയും തൊഴിലാളിയും ഒക്കെ ഒന്നിക്കുകയാണ്. ഇഫ്താറിൻ്റെ സമയത്ത് ഇവർക്ക് ഹരീസ് അതുപോലത്തെ പല വിഭവങ്ങളും കിട്ടാറുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് റമദാനിൻ്റെ ആ ഒരു എഫക്റ്റ് അതുപോലെ തന്നെ ജോലി രണ്ടും ഒരുമിച്ച് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത്. ഹാപ്പിയായി. പ്രകൃതിയും ജീവജാലങ്ങളുമായി ഇഴകിയുള്ള ജീവിതമാണ് അറബികളുടേത്. അതിൽ മാറ്റങ്ങൾ വന്നിരിക്കാം. എങ്കിലും തിളയ്ക്കുന്ന മരുഭൂമിയോട് ചേർന്നു നിൽക്കുന്ന ഒട്ടകങ്ങളെ കൈവിട്ട് ഒരു ജീവിതമില്ലെന്ന് ഫുജേറയിലെ ഈ അറബ് കുടുംബം